ജീവിതത്തിൽ പ്രവാചകൻ വിങ്ങിപ്പൊട്ടിയ ഇടങ്ങളിൽ ഒന്നായിരുന്നു അബവാ. പ്രവാചകൻ്റെ പ്രിയ മാതാവ് അന്തി ഉറങ്ങുന്ന സ്ഥലം. ഇന്നും കൃത്യമായി എവിടെയാണ് ആമിന ബീവിയുടെ ഖബറിടം എന്ന് നിശ്ചയമില്ല. പക്ഷേ വിശ്വാസികളുടെ വികാരമായി മക്ക മദീനക്കിടയിൽ ഇന്നും അബവാ നിലകൊള്ളുന്നു. ഇസ്ലാം മതവിശ്വാസികളുടെ ഉള്ളിലൂടെ വൈകാരികമായി മാത്രം കടന്നു പോകുന്ന ഒരു നാടിൻ്റെ പേരാണ് അബവാ. റസൂൽ വിതുമ്പിക്കരഞ്ഞ അബവായിലേക്ക്. ഈ യാത്ര പക്ഷേ അപ്രതീക്ഷിതമായ മറ്റൊന്നിലേക്ക് കൂടിയായിരുന്നു. ജിദ്ദയിൽ നിന്നും മദീനയിലേക്കുള്ള വഴിയിൽ വേണം അവിടേക്ക് തിരിയാൻ. ഇന്നത്തെ മദീന ഹൈവേയിലൂടെ പോകുന്നതിന് പകരം യാംബുവിലേക്കുള്ള വഴി പിടിക്കണം. പോകും വഴിയെ ഇതുപോലെ അബവായിലേക്കുള്ള അടയാളങ്ങൾ കാണാം. പ്രധാന പാതയിൽ നിന്നും 40 കിലോമീറ്റർ ദൂരം അകത്തേക്ക്. അവിടെ എത്തും മുന്നേ ആ ചരിത്രത്തിലേക്കൊന്ന് പോകാം. ആമിന ബിൻത്ത് വഹബ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവായിരുന്നു അവർ. വഹബ് ഇബ്ൻ അബ്ദുൽ മനാഫിൻ്റെയും ബറയുടെയും മകളായിരുന്നു ആമിന ബീവി. പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവർ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയെ വിവാഹം കഴിക്കുന്നത്. അബ്ദുള്ളയുടെ പിതാവായിരുന്ന അബ്ദുൽ മുത്തലിബിനാണ് അക്കാലത്ത് കഅബയുടെ പരിപാലന ചുമതല. കച്ചവടക്കാരനായിരുന്നു അബ്ദുള്ള. വിവാഹശേഷം ആമിന ബീവി പ്രവാചകനെ വയറ്റിൽ ചുമക്കുന്ന കാലം. അന്ന് ഷ്യാം അഥവാ ഇന്നത്തെ സിറിയയിലേക്കാണ് അദ്ദേഹം കച്ചവടത്തിനായി പോകുന്നത്. മടങ്ങി വരും വഴി യസ്രിബ് അഥവാ ഇന്നത്തെ മദീനയിൽ വെച്ച് മരണപ്പെട്ടു. പ്രവാചകരുടെ ജനനത്തിന് 2 മാസം ബാക്കിയുള്ള സമയമാണത്. മക്കയിൽ പ്രവാചകൻ പിറന്നു. ഹലീമ ബീവിയുടെ കൂടെയുള്ള ചെറുപ്രായം പിന്നിട്ട് ബാലനായ റസൂൽ ഉമ്മ ആമിനയുടെ അരികിലേക്ക് തിരികെ എത്തി. ഭർത്താവ് അബ്ദുള്ളയെ ഖബറടക്കിയത് മദീനയിലാണ്. പ്രിയതമൻ്റെ ഖബറിടം സന്ദർശിക്കാനും മദീനയിലെ ബന്ധുക്കളെ കാണാനുമായി പ്രവാചകരെയും കൂട്ടി മദീനയിലേക്ക് അവർ പുറപ്പെട്ടു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സ് പ്രായമുള്ള കാലം. ഈ ഘട്ടത്തിലാണ് ആമിന ബീവി പരിചാരികയായ ഉമ്മു ഐമനോടൊപ്പം മക്കയിൽ നിന്ന് അവരുടെ ഭർത്താവായ അബ്ദുള്ള കിടക്കുന്ന, അവരുടെ ഖബറ് കിടക്കുന്ന മദീനയിലേക്ക് തൻ്റെ പ്രിയതമൻ്റെ ഖബറ് കാണുന്നതിനും അതുപോലെ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉമ്മു ഐമനെയും കൂട്ടി ആമിന ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 6 വയസ്സുള്ള പ്രവാചകൻ്റെ കൂടെ മദീനയിലേക്ക് തിരിക്കുന്നത്. അങ്ങനെ മദീനയിൽ അവർ വരുന്നു. 1-2 മാസക്കാലം മദീനയിൽ താമസിച്ചു. എന്നിട്ട് ആമിന ബീവിയും അതുപോലെ ഉമ്മു ഐമനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ മക്കയിലേക്ക് അവർ മടങ്ങുന്നത് ഇന്ന് അബവാ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്തു കൂടെയാണ് മക്കയിലേക്കുള്ള തിരിച്ചുള്ള മടക്കം. ഈ അബവായിലെത്തിയപ്പം ഉമ്മ ആമിന ബീവിക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിക്ക് രോഗം പിടിപെടുകയും അങ്ങനെ അബവായിൽ വെച്ച് അപ്രതീക്ഷിതമായി അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപെട്ടു പോവുകയും മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അബവായിലാണ് ആമിന ബീവിയുടെ ശരീരം മറമാടിയത്. എന്നിട്ട് ഉമ്മു ഐമൻ എന്ന് പറയുന്ന ആമിന ബീവിയുടെ പരിചാരികയുടെ കൂടെ 6 വയസ്സ് പ്രായമുണ്ടായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. അബവായിൽ ആമിന ബീവിയുടെ ഖബർ എവിടെയാണ് എന്നത് ഇന്നും നിശ്ചയമില്ല. പല രാജ്യക്കാർ പല സ്ഥലവും കാണിച്ച് പറയാറുണ്ടെങ്കിലും ഇതിനൊന്നും അടിസ്ഥാനവുമില്ല. 1400 വർഷം മുന്നേ ഇക്കാണും പോലെയല്ല അബവാ. ഇന്ന് യാത്ര ചെയ്തെത്തുമ്പോൾ ചെറിയ പട്ടണമാണ്. അങ്ങിങ്ങായി കുറച്ച് കടകൾ കാണാം. പിന്നീട് ഇതുപോലെ വഴികൾ നീളും. ചില ഭാഗങ്ങളിൽ മരങ്ങളുണ്ട്. ഒരു ഗ്രാമപ്രദേശമാണ് ഇന്നും അബവാ. അതിൻ്റെ ആകാശദൃശ്യം മഴ കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇതുപോലെ പച്ചപ്പണിയുന്നതാണ്. ചുറ്റും കുന്നുള്ള സ്ഥലമാണ്. അതിനാൽ തന്നെ വാദികളുണ്ട്. ഒടുവിൽ അബവായിലേക്കുള്ള കയറ്റിറക്കങ്ങൾ കഴിഞ്ഞ് വേലി കെട്ടിത്തിരിച്ച ഒരു വഴിയിലേക്കിറങ്ങി. പലതും ഇറങ്ങിയാൽ തിരിച്ചു വരാൻ സൗദികൾക്ക് മാത്രം കഴിയുന്ന വഴികളാണ്.
അതുകൊണ്ടാണ് ഉച്ചസമയം കണക്കാക്കി ഇവിടേക്കെത്തിയത്. റോഡിൽ നിന്നും മൺപാതയിലേക്ക് തിരിഞ്ഞു. അബവായിൽ പ്രവാചകന്റെ കാലത്തിനു മുന്നേ കുറച്ച് താമസക്കാരൊക്കെയുണ്ട്. ശത്രുക്കൾക്കെതിരായ പടയോട്ട ചരിത്രങ്ങളിൽ ഇവിടെ വെച്ച് ഈ ഗ്രാമക്കാരുമായി ഉണ്ടാക്കിയ സഹകരണത്തിന്റെ ഭാഗങ്ങളും പ്രവാചക ചരിത്രത്തിൽ കാണാം. ഇന്നും തീറ്റപ്പുൽ കൃഷിയും മറ്റുമൊക്കെയാണ് അബവായിലെ യാത്രാ ചിത്രങ്ങൾ. ഇവിടെ ഈ കുന്നുകളിൽ എവിടെയോ ആണ് ആമിന ബീവിയുടെ അന്ത്യവിശ്രമം. ആർക്കും കൃത്യമായ സ്ഥലം നിശ്ചയമില്ല. നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തിന് പോലും അതാണെന്ന് ഉറപ്പില്ല. കാരണം പ്രവാചകന്റെ കാലശേഷം വിജനമായൊക്കെ കിടന്ന സ്ഥലമാണ്. ഇവിടെ അലഞ്ഞു പോകുന്നതിനിടെയാണ് ഒരു വാതിയിലൂടെ വാഹനമെടുത്തത്. അത് എത്തിച്ചത് അപ്രതീക്ഷിതമായ ഒരിടത്താണ്. ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡിൽ നിന്നാണ് അബവാ സൂക്ക് എന്ന് വായിക്കുന്നത്. ചരിത്രമറിയാൻ സഹായിക്കുന്ന മദീനയിലെ സൗദി പൗരനായ ചരിത്രകാരനെ ബന്ധപ്പെട്ടു. അദ്ദേഹം അയച്ചു തന്ന വിവരങ്ങൾ പ്രകാരം സമീപകാലം വരെ പ്രവർത്തിച്ച സൂക്കായിരുന്നു ഇത്. ഈ സ്ഥലം നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു വാദിയോട് ചേർന്നിട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന താഴ്വരക്കാണ് സാധാരണ വാദി എന്ന് പറയുന്നത്. ഈ വാദിയോട് ചേർന്നിട്ടാണ് ഈ സൂക്കും പരിസരവും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. കൗതുകം അതല്ല, ഇത് നിൽക്കുന്നത് ഒരു വാദിയിലാണ്. ഇപ്പോഴും മഴയെത്തിയാൽ വെള്ളം കയറുന്ന സൂക്ക്, മഴ പെയ്താൽ ഇതാകും ചിത്രം. പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റുകളിൽ പറയുന്നത് അദ്ദേഹം ഏതാണ്ട് 8 തവണ ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായിരുന്നാലും മദീനയിലേക്ക് അക്കാലത്ത് നീളുന്ന വഴിയിലെ പ്രധാനപ്പെട്ട സൂക്കുകളിൽ ഒന്നായിരുന്നു ഇത്. എന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കച്ചവട സംഘങ്ങൾ അന്ന് ഇതുവഴി മദീനയിലേക്ക് നീളുന്ന ഈ പ്രദേശം വഴി സഞ്ചരിച്ചിട്ടുണ്ട്. സൗദിയിൽ തണുപ്പ് വിട്ടു തുടങ്ങുന്ന സമയമാണ്. പക്ഷേ അബവാ പൊള്ളുകയാണ്. ചുറ്റുമുള്ള മലനിരകൾ വഹിക്കുന്ന താപം അത്രയേറെയുണ്ട്. ഉൾക്കൊള്ളുന്ന ചരിത്രത്തിൻ്റെ പൊള്ളലാകാം. സൂക്കിനകത്തെ കഥയിലേക്ക് പോകും മുമ്പേ ചുറ്റുമുള്ള മലകളുടെ കഥ പറയാം. ഇവിടെ ഏതോ മലഞ്ചെരുവിൽ ആമിന ബീവിയുണ്ട്. പ്രിയ മാതാവിനെ കുറിച്ച ഓർമ്മകൾ ഒരു 6 വയസ്സുകാരന് അത്രയധികം ഉണ്ടാകില്ല. പക്ഷേ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്റെ ഉള്ളിൽ എപ്പോഴും വിങ്ങിപ്പൊട്ടാവുന്ന ഒരു വിങ്ങലായി ഉമ്മയുണ്ടായിരുന്നു. അതിൻ്റെ ചൂട് ഇവിടെ അനുഭവിച്ചവർക്കറിയാം. ഉള്ളുപൊള്ളുന്ന ഒരു വെയിലിൽ പ്രവാചകർ ഇവിടേക്ക് വരുന്നുണ്ട്. പിൽക്കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബവാ എന്ന് പറയുന്ന ഈ പ്രവിശ്യയോട് വല്ലാത്ത ഒരു വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു. റസൂൽ പലപ്പോഴും അബവായിലൂടെ പ്രവാചകന് യാത്ര പോവാറുണ്ടായിരുന്നു. അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന വല്ലാത്ത വൈകാരികമായ ഒരു ചരിത്ര സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ, മക്ക പ്രവാചകൻ ജയിച്ചടക്കിയ ഘട്ടം, അന്ന് റസൂലിന് ഒരു 60 വയസ്സിലധികം പ്രായമുണ്ട്. ഹിജ്റ 8-ാം വർഷമാണല്ലോ മക്ക പ്രവാചകൻ ജയിച്ചടക്കുന്നത്. മക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പിടിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെല്ലാം കൂട്ടിയിട്ട് പ്രവാചകൻ അബവാ എന്ന് പറയുന്ന സ്വന്തം മാതാവിൻ്റെ തിരുശരീരം അടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ട്. അപ്പോൾ സഹാബാക്കൾ പറയുന്നത്, ഞങ്ങളെയും കൊണ്ട് പ്രവാചകൻ ആ ഒരു പ്രദേശത്തേക്ക് വന്നു. എന്നിട്ട് അവിടെ കാണപ്പെട്ട വളരെ പൗരാണികമായ ഒരു ഖബറിൻ്റെ സമീപത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുകയും എന്നിട്ട് അവിടെ വെച്ച് പ്രവാചകൻ ദീർഘമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിങ്ങിപ്പൊട്ടി പ്രവാചകൻ കരയുന്നു. ആ കണ്ണീര് കണ്ട് സഹാബാക്കളെല്ലാം തേങ്ങിക്കരയുകയുണ്ടായി എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും, ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഉമ്മ എന്ന വികാരത്തെ പ്രവാചകർ എത്രയോ തവണ വിശദീകരിച്ചിട്ടുണ്ട്. അവരോടുള്ള കടപ്പാട്, അവരെ കൊണ്ട് നടക്കേണ്ട രീതി, അതിലെല്ലാം അറബ് നാടുകളിലും പാഠമുണ്ട്. യാത്ര കഴിഞ്ഞാലൊക്കെ എത്തുന്ന ഉമ്മയെ മക്കൾ ഉമ്മ കൊണ്ട് മൂടുന്നതും അവരുടെ നെറുകിലും ചുമലിലും കാലിലുമെല്ലാം ഉമ്മ വെക്കുന്നതും അറബ് നാടുകളിലെ കാഴ്ചയായത് അങ്ങനെയാണ്. ആരൊക്കെ മാറ്റി നിർത്തിയാലും മരണത്തിനു മുന്നേ ഉമ്മയോടുള്ള വികാരം പൊള്ളലായി, പെരുമഴയായി, വാദികളെ കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോയി വെള്ളച്ചാട്ടത്തോളം തീവ്രതയിൽ നിറയുന്ന കണ്ണീരായി നിറഞ്ഞു പൊട്ടും. അതാണ് ഒരു ഖബറിനരികെ അന്ന് സ്വഹാബികൾ
അബവായിൽ കണ്ടത്. ആ ഘട്ടത്തിൽ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആരുടെ ഖബറാണ് ഇത്? അങ്ങ് എന്തിനാണ് ഇങ്ങനെ വിങ്ങിക്കരയുന്നത്, തേങ്ങിക്കരയുന്നത് എന്തിനാണ്? ഇതാരുടെ ഖബറാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത്, ഇത് എൻ്റെ ഉമ്മയായ ആമിന ബീവിയുടെ ഖബറാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ആമിന ബീവിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ വിതുമ്പി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങിക്കരയുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. നമ്മൾ ആലോചിക്കേണ്ടത്, 6 വയസ്സിൽ പ്രവാചകനെ വേർപിരിഞ്ഞ തൻ്റെ മാതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു 50 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 55 വർഷങ്ങൾ കഴിഞ്ഞിട്ടും റസൂലിൻ്റെ ഹൃദയത്തിൽ മായാതെ മങ്ങാതെ നിലനിന്നിരുന്നു എന്നതിൻ്റെ ചരിത്രത്തിൽ വല്ലാത്ത ഒരു സന്ദർഭമാണ് ഈ ഒരു കണ്ണീര് എന്ന് പറയുന്നത്. ഉമ്മയെക്കുറിച്ച് പ്രവാചകർ പഠിപ്പിച്ചത് തന്നെ സ്വർഗത്തിലേക്കുള്ള വാതിലായാണ്. അതാർക്കു വേണമെന്ന മത്സരത്തിൽ മാതാപിതാക്കളുടെ കൂടെ നിർത്താനുള്ള വാശികളാൽ നിറയുന്ന സ്വഹാബികളുടെയും അറബ് സമൂഹത്തിൻ്റെയും കഥകൾ ചരിത്രത്തിൽ കാണാം. അബവാ ഉമ്മമാരുടെ സ്നേഹത്തിൻ്റെ ചൂട് താങ്ങാനാകാത്ത വിധം പ്രസരിപ്പിക്കുന്നുണ്ട്. അതേറ്റുവാങ്ങിയാണ് റസൂൽ മക്കയിലേക്ക് മടങ്ങുന്നത്. അബവാ വഴി യാത്രാസംഘങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. മദീനയിലേക്ക് അക്കാലത്തുള്ള ഷോർട്ട് കട്ടുകളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. അതിനിടയിൽ ഇവിടെയുള്ള ഈ സൂക്ക് മക്കയിലേക്കും മദീനയിലേക്കും തിരിയുന്ന ഭാഗത്താണ്. സൂക്കിൻ്റെ പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ കെട്ടിടങ്ങളൊക്കെ പണിത് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സിമെൻ്റ് ഇല്ല. അതേസമയം പൂർണ്ണമായിട്ടും കല്ലുകളാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ ലോക്ക് ചെയ്താണ് സൗദിയുടെ പല ഭാഗങ്ങളിലും, അതെന്ന് വെച്ചാൽ പഴയ പല കെട്ടിടങ്ങളും കാണുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെയും നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. മഴക്കാലത്തൊക്കെ വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന ഭാഗമാണ് വാദികൾ. അങ്ങനെ ഒരു വാദിയോട് ചേർന്നിട്ടാണ് ഈ സൂക്ക് നിലനിൽക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, അന്നത്തെ കാലത്തുള്ള യാത്രകൾ ഈ സമാനമായ രീതിയിൽ തന്നെ ഈ വാദികളോട് ചേർന്നിട്ടാണ് നടത്തിയിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിൻ്റെ ക്ഷാമം, അതോടൊപ്പം തന്നെ യാത്രയിൽ തമ്പടിക്കാവുന്ന കുറച്ച് പച്ചപ്പൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുക ഈ വാദികളോട് ചേർന്നിട്ടാണ്. സമീപകാലത്ത് വരെ ഈ സൂക്ക് സജീവമായിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ മദീനയിലേക്ക് നീളുന്ന വഴി അത് വ്യത്യസ്തമായൊരു വഴിയിലേക്ക് നീങ്ങിയതോടുകൂടി ഈ സൂക്കിൻ്റെ പ്രതാപം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി. എങ്കിലും ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി ഇന്നും അബവായിൽ ഈ സൂക്ക് നമുക്ക് കാണാൻ സാധിക്കും. സൂക്ക് ഇന്ന് സംരക്ഷിത പ്രദേശമാണ്. സൗദിയുടെ പല ഭാഗങ്ങളും ചരിത്രം തുടിക്കുന്നതാണ്. പ്രവാചകൻ സഞ്ചരിച്ച ഹിജ്റയുടെ വഴികളിലൂടെ ഇന്ന് സൗദി ഭരണകൂടത്തിന് കീഴിൽ യാത്രകളുണ്ട്. സമാനമായ രീതിയിൽ ചരിത്രം പഠിക്കുന്നവർക്കായി ഓരോ ഇടങ്ങളും ഇതുപോലെ ഒരുങ്ങുന്നു. മദീനയിലേക്കാണ് ദൂരം കുറവെങ്കിലും മക്ക പ്രവിശ്യയിലാണ് അബവാ. മക്കയുടെയും മദീനയുടെയും ഹൃദയഭാഗത്ത് അബവാ തുടിക്കുന്നത് ഉമ്മമാർക്ക് വേണ്ടി കൂടിയാണ്. ആ വൈകാരിക വേലിയേറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന മക്കൾക്ക് അബവായിൽ പാഠങ്ങളുമുണ്ട്.